ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അമ്മാസ് റെസിപ്പിയുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂ ബോൾസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ലൊരു അടിപൊളി ലഡുവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രഷ്ഡ് കാഷ്യൂ ആണ്. 1 കിലോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നാളികേരം നമ്മൾ ചിരകി വെച്ചതുണ്ട്. 5-6 ഏലക്ക നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അരി എടുക്കുന്നുണ്ട്. 1 കിലോ അരിയാണ്, നമ്മൾ നോർമൽ കുത്തരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നെയ്യുണ്ട്. ദെൻ ശർക്കര അലിയിച്ച് വെച്ചതുണ്ട്. ആദ്യമേ നമ്മൾ അരി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരി വറുത്തെടുക്കേണ്ട പാകം എന്താണെന്ന് വെച്ചാൽ, അരി ഇങ്ങനെ പഫ് പോലെയാവും. അതായത് പൊട്ടി 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 നമ്മുടെ പഫ്ഡ് റൈസിലെ ആ ഒരു അത്രയ്ക്കും പഫി ആവണ്ട, എന്നാലും ആ ഒരു പരുവ ഇൻ ബിറ്റ്വീൻ പഫ്ഡ് ആൻഡ് ഒരു നോർമൽ റൈസ്, ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് ചെറിയ തീയിൽ മതി കേട്ടോ, പെട്ടെന്ന് വേണമെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതാ ഇതിപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ, നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ പാകം എന്നുള്ളത് കേട്ടോ. അപ്പം അരി വറുത്ത് നമ്മൾ സൈഡിൽ മാറ്റി വയ്ക്കാം. ദെൻ നമ്മൾ നമ്മുടെ കാഷ്യൂ, ക്രഷ്ഡ് ആയിട്ടുള്ള കാഷ്യൂ ആണിത്, അതെടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാഷ്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് വരും കേട്ടോ. വഴന്നല്ല, നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് ഫ്രൈ ആവണ്ട കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇൻ ബിറ്റ്വീൻ വെച്ചാൽ മതി കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ 1 കിലോ അരിയും 1 കിലോ കാഷ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അണ്ടിക്കുറുങ്ങി എന്ന് പറയും ഇവിടെയൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ അണ്ടിക്കുറുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കാം. ഇവിടെ ഇപ്പം നെയ്യ് ഒഴിച്ചിട്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതൊരു ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. 1 കിലോ അരി, 1 കിലോ കാഷ്യൂ ആൻഡ് 1 നാളികേരം. ഓക്കെ. ആൻഡ് നമ്മുടെ ശർക്കര ആണെങ്കിലും നമുക്ക് മധുരം അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ശർക്കര ഇടാം. അപ്പോൾ ഇവിടെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4-5 ഏലക്ക എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ഏലക്കാപ്പൊടി ആണെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി. ഇനി ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അരി പൊടിച്ചത്, വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂ പൊടിച്ചത്, അതുപോലെ തന്നെ അതിലോട്ട് നാളികേരം ആൻഡ് ഏലക്കയും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയാണിത്. ഓക്കെ. എല്ലാം വറുത്ത് വെച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കണം. അതിലേക്ക് നമ്മൾ ഈ ഒരു ശർക്കരയുടെ മിക്സാണ് ഇടുന്നത്. ശർക്കര പാനി, ശർക്കര ലൈനിയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഒരു വലിയ ഉണ്ട ശർക്കര എടുത്ത് അലിയിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇത്. മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശർക്കര ഇടുമ്പോൾ ഒരുപാട് കൂടി പോകരുത്. കാരണം നമുക്കത് ബൈൻഡ് ചെയ്യണം. നമുക്ക് ലഡു, നമുക്ക് ബോൾസ് ആക്കാനായിട്ടുള്ള നമുക്ക് പിടുത്തം കിട്ടണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ഇടാനായിട്ടും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം. കൈ വെച്ച് കുഴച്ചാലേ ഈ ശർക്കരയും നമ്മുടെ അരിപ്പൊടിയും പിന്നെ നമ്മുടെ കാഷ്യൂവും നാളികേരവും ഏലക്കയും എല്ലാം കൂടി മിക്സ് ആവുള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് നല്ല പാകമായിരിക്കും. ഇതിപ്പോൾ അമ്മ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി ബോൾസ് ആക്കിയാണ് വേണ്ടത്. ഓക്കെ. അമ്മ കുറച്ച് നെയ്യ് കയ്യിൽ പറ്റും. എന്നിട്ട് ഇങ്ങനെ ബോൾസ് നന്നായിട്ട് ടൈറ്റായിട്ട് ആക്കണം കേട്ടോ. എന്നാലേ ലഡു കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ആയി വരുള്ളൂ. അപ്പോൾ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ലഡുവും ഞാനും അമ്മയും കൂടി ഉരുട്ടി വെച്ചിട്ടോ. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരുപാട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. ബട്ട് മേക്ക് ഷുവർ ചെയ്യാതെ അരിയുടെ സെയിം അളവിൽ തന്നെ വേണം നിങ്ങൾ കാഷ്യൂ എടുക്കാനുമായിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ ബോൾസും എല്ലാ ലഡുവും നമ്മളിങ്ങനെ പിയെ റെഡിയാക്കി വയ്ക്കുകയാണ്. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇടനേരത്ത് കഴിക്കാനും ഒക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല 1-2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വയറ് നിറയും എന്നുള്ളതാണ്.
എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ദാ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. മേളിൽ കുറച്ച് കാഷ്യൂ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടും സിമ്പിളായിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്, കാഷ്യൂ ബോൾസ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.